സന്തോഷേട്ടാ, ഒരു വർഷം കഴിഞ്ഞ് കുടുംബസംഘം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ജനറൽ ബോഡിക്ക് വന്നു. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഈ ഒരു നിമിഷമാണല്ലോ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നതും എന്താ പറയുക, ആ ഒരു സ്നേഹം പങ്കിടാൻ പറ്റുന്ന. പക്ഷെ ഇതിന് മുന്നേ ആ കുടുംബസംഗമം ഇടയ്ക്ക് അല്ല സാധാരണ ഒരു വർഷം കൂടുമ്പോൾ കാണാറ്. പക്ഷെ ഇതിൽ വേറൊരു സന്തോഷമുണ്ട്. കാരണം ഒരു കുടുംബസംഗമം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള ഈ ഐക്യം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അതാണ് ഇത്. എന്താണെന്നല്ലോ, നമുക്ക് ഓരോ ആളുകളിൽ ഓരോ സമയത്ത് കാണുന്നു പല രീതിക്കുള്ള മുഖങ്ങൾ. ഈ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും കൂടുതൽ കുടുംബസംഘം ചരിത്രത്തിൽ നടത്താൻ പറ്റിയ സംഭവമാണ് അത്. ഈ കമ്മിറ്റി വന്ന ശേഷം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ്, അറിയാലോ, നമ്മൾ നേരിട്ടത് ഒരു വലിയ ഒരു ക്രൈസിസിലൂടെയാണ് പോയത്. ടോവിനോടെ വരുന്നുണ്ട് നമുക്ക് ഈ കമ്മിറ്റി തീർച്ചയായിട്ടും. അല്ല, ഈ കമ്മിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടോവ്, നമ്മുടെ ഈ കമ്മിറ്റിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നല്ലൊരു പ്രവൃത്തി എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി കൊണ്ട് നല്ല, ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യം ടോവി, അത് നമുക്ക് ഭയങ്കര മനസ്സിൽ ആഴത്തിൽ ചിന്തിക്കണതാണ് ടോവി. അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട്. ഞാനൊക്കെ അതിനകത്ത് ഏറ്റവും പണിയെടുക്കാത്ത ആളാണ്. പക്ഷെ പണിയെടുക്കുന്ന നമ്മൾ എപ്പോഴും ഒരാളെ തിരിച്ചറിയൽ എങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോകുമ്പോൾ എന്നേരം തമ്മിൽ തല്ലി പിരിയലല്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ സംഘടനയായാലും അല്ലെങ്കിൽ ഈ സൗഹൃദത്തിനെയും കൊണ്ടുപോകാം, അത് ഈ കമ്മിറ്റി ബ്യൂട്ടിഫുള്ളായിട്ട്. അത് തന്നെ ഈ കുടുംബസംഗമം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, മറക്കാൻ പറ്റാത്തൊരു. തീർച്ചയായിട്ടും എനിക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാതാ. ഞാൻ പണ്ടൊക്കെ അമ്മയുടെ പരിപാടിക്ക് വരും, അന്നും കുടുംബസംഗമം നടത്തുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. അത് നിങ്ങളുടെ ഈ കമ്മിറ്റി തെളിയിച്ചു, എല്ലാവരുടെയും സപ്പോർട്ടും കൂടി. അതാണ്, എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട്. പക്ഷേ ഈ കമ്മിറ്റി തെളിയിച്ചാണ് ടോവി. അത് ഇപ്പോൾ പറഞ്ഞത് വലിയ പോയിന്റാണ്. അപ്പോൾ ആ കമ്മിറ്റി മെമ്പറായിരുന്ന ഒരു അഭിമാനത്തിലാണ് ടോവിയൊക്കെ. ഈ കമ്മിറ്റി വലിയ അഭിമാനിക്കാവുന്ന മോട്ടാണ് ടോവിയൊക്കെ. ഇനിയും ടോവിയൊക്കെ തുടർന്നുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന. ഇവരെല്ലാവരും സംഘടനയുടെ ഭാഗമായിട്ട് എന്തായാലും പോയാൽ നമ്മൾ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തും അല്ലേ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ ഇനി വരുന്ന കാലത്ത് ഇവരെ പോലുള്ള ആൾക്കാരാണ് ഇവരെ നയിക്കേണ്ടത്, മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊരു നല്ലൊരു ക്ലാസ്സും കൂടിയാണ് ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ. തീർച്ചയായിട്ടും ടോവിയെ പോലുള്ളൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്ന ഒരാളൊക്കെയാണ് എങ്കിൽ മാത്രമേ ആൾക്കാർക്കിടയിൽ ഒരു മതിപ്പുണ്ടാവുള്ളൂ. അത് കൃത്യമാണ്. അത് മതിപ്പുണ്ടാവും എന്നുള്ള സംഭവമാണ്. എക്സിക്യൂട്ടീവ് അങ്ങോട്ട് അവിടുന്ന് നോക്കുകയാണ് ടോവി. എന്തായാലും നമ്മൾ ഈ കമ്മിറ്റി ദൈവത്തിന്റെ പ്രാർത്ഥനയോട് ഞാൻ പറഞ്ഞു അതൊക്കെ തുടർന്ന് പോകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തുടർന്ന് പോകണം. നമ്മൾ മൊത്തത്തിൽ ജനറൽ ബോഡി ആഗ്രഹിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ടോവി, ഒത്തിരി സന്തോഷം. നമുക്കിത് കഴിഞ്ഞിട്ട് കാണണം, ഇടയ്ക്കൊന്നും കൂടെ വരണം. എനിക്കൊക്കെ ഒരു മൊമെന്റ് ഇവിടെ വെച്ച് തരണം. ഞങ്ങൾ തന്നെ നിങ്ങളെ തന്നെ മേടിക്കാൻ പോകും. ഒത്തിരി സന്തോഷം. ഒരേ വർഷം പോകുന്ന അറിയുന്നില്ല. സത്യം. എന്ത് തോന്നുന്നു ഇവിടെ എത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ? എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതിനോടുള്ള എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ എന്താ പറയുക, ഇത്രയും ഒരുപാട് ആൾക്കാരും കടന്നുപോയവരും എല്ലാവരും മെമ്പേഴ്സ് ആയിരുന്ന ഒരു ഫെറ്റേണിറ്റിയിൽ മെമ്പർ ആയാലും വലിയ സന്തോഷം. അല്ല, തോന്നുന്നു ഈ ആദ്യമായിട്ടാണല്ലോ ജനറൽ ബോഡിക്ക് വരുന്നത്. ഇപ്പോൾ അതെ കേറുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു. സത്യം, എനിക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ല. കണ്ടിട്ടേ ഉള്ളൂ ന്യൂസിൽ ഇങ്ങനെ വാർത്തകൾ കേൾക്കാറുണ്ട്, അമ്മ എന്നുള്ള കേൾക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മളിങ്ങനെ ഒരു അഭിനയിച്ച് തുടങ്ങി ഇത്രയും വലിയ ഫെർട്ടിലിറ്റിയുടെ ഒരു മെമ്പർ ആവാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ ഐ എം സോ ഹാപ്പി. ഇനി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അല്ല, തീർച്ചയായിട്ടും അവിടെ പോയി പല ആളുകളെയും കാണാൻ പറ്റും കേട്ടോ. മുഖങ്ങളും കാണാൻ പറ്റും. നമ്മൾക്ക് സ്ക്രീനിൽ കണ്ട ആളുകളെ വരെ കാണാൻ പറ്റും. ഈവൻ നമ്മൾ അഭിനയിക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരെ കണ്ടാണ് അഭിനയിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം. അതൊരു വലിയ ഇൻസ്പിറേഷനാണ്, അവരുടെ ഒപ്പം വന്നിരിക്കാൻ പറ്റുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി നേരത്തെ പോകണം, നേരത്തെ പോയി എല്ലാവരും കാണാം. കണ്ടിട്ട് ആ എക്സ്പീരിയൻസ് എന്നോട് ഒന്നുകൂടെ ഷെയർ ചെയ്യണം. ഓക്കെ. ഒരു ഇന്റർവ്യൂ തരാന്നല്ലേ? തരാടോ ഇന്റർവ്യൂ. ഞാൻ നോക്കുമ്പോ രാത്രി 10 മണിക്ക് മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ജീപ്പിച്ചാറിന്റെ ഇന്റർവ്യൂവിന്റെ നോട്ടിഫിക്കേഷൻ മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ. ഞാൻ തരാം. ഞാൻ എത്ര വർഷമായി അറിയാമോ? അധികം താമസിയാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരുന്നതായിരിക്കും. ഇത് ലൈവാണ്, റെക്കോർഡാണ്. ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാക്സിമം കുറയ്ക്കുന്നത്. അപ്പൊ ചേട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ, ഗംഭീരമായിട്ടിരിക്കുന്നു, സുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഓക്കെ. അപ്പം വീണ്ടും ജനറൽ ബോഡിയിലേക്ക് വന്നിരിക്കുകയാണ്. ഫാമിലി മീറ്റപ്പ് കഴിഞ്ഞിട്ട് അടുത്തത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ? ഗംഭീരമായിരുന്നു. ഇപ്പൊ ഫാമിലി മീറ്റപ്പിൽ തന്നെ ഞാനും മിഥുനും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഗംഭീരമാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ജനറൽ ബോഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു കുടുംബ സംഗമമാണ്. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരിലും കാണാം. പിന്നെ എല്ലാവരും വളരെ കാഷ്വൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര്
എല്ലാവരും ശരിക്കും വീട്ടിൽ എങ്ങനെയാണോ എത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് അതുപോലെ എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. സോ എക്സൈറ്റഡ്. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ ഒരു സർപ്രൈസും കൂടെ ഞാനിവിടെ റിവീൽ ചെയ്യാം. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാർ ഇന്നിവിടെ വരുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആണല്ലേ. അപ്പം അദ്ദേഹം ഇന്ന് വരുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ട്. അപ്പം ആളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കോളേജ് ഡേയ്സ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ടൈമിൽ അദ്ദേഹത്തിന്റെ ഒരു? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ കാണാത്ത കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസും, ഒരു ആക്ടർ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഒരു പ്രസന്റിൽ എത്രത്തോളം അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പരാതി വരില്ല. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട്. ഞാനിപ്പോ ഒരു മലയാള സിനിമ ചെയ്യാൻ പോവാണ്. നമ്മുടെ പാബ്ലോ പാർട്ടി. അത് വലിയൊരു സർപ്രൈസ് ആട്ടോ. മലയാളം സിനിമ ചെയ്യാൻ പോകുന്നു. അതല്ല, അങ്ങനെയല്ല. ഞാൻ കുറച്ചായിട്ട് മലയാളം അസൈൻമെന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ പരിപാടികളാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അല്ല, പാൻ ഇന്ത്യ സ്റ്റാർ ഒന്നുമല്ല. എനിക്കിപ്പോൾ തെലുങ്കിലാണ് കൂടുതൽ ഓഫർ വരുന്നതുകൊണ്ട് ഞാൻ അവിടുന്ന് ചെയ്യുന്നത്. പക്ഷെ അത് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും പല സംഭവങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ പാബ്ലോ പാർട്ടി, ഉർവശി ചേച്ചിയും അഭിലാഷും കൂടി ചെയ്യുന്ന പടം. അപ്പൊ ഇനി ഇവിടെ ഉണ്ടാവും, കുറച്ചും കൂടി ഇവിടെ ആക്റ്റീവ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഖമായിരിക്കുന്നു, നന്നായിരിക്കും. ഒരു ഫാമിലി മീറ്റപ്പ് പോലെയാണിത്. ജനറൽ ബോഡി ആണെങ്കിലും പിന്നെ സന്തോഷമുള്ള അല്ല, സന്തോഷം. എല്ലാവരും കാണാം, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാം. ചില സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് പിന്നെ ബാക്കി കാണാറേ ഇല്ല. ഇവിടെ എല്ലാവരും കാണാമല്ലോ. സന്തോഷമല്ലേ? പിന്നെ ഹാപ്പിയാണ്. ഇത് ഞാനിത് മൂന്നാമത്തെ തവണയാണ്. പിന്നെ ഇടയ്ക്ക് കൊറോണ സമയത്ത് കുറച്ച് ആയില്ലല്ലോ, ഗ്യാപ്പ് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ ലർക്ക് സിനിമ മേനഷാദിക്കടെ കഴിഞ്ഞു. അടുത്ത VKP സാറിന്റെ ഒരു പടമുണ്ട്. പിന്നെ ഒരു പുതിയ ഒരു ഡയറക്ടറുടെ പടം, ഇന്ദ്രൻ സേട്ടനായിട്ടുള്ളൊരു പടം, അതിപ്പം 15 തുടങ്ങും. അങ്ങനെ സന്തോഷം. കുറച്ച് 10 കിലോ കുറച്ച്, ഇത്രയല്ലേ ഉള്ളൂ. 10 കിലോ ചെറുപ്പക്കാരനായി മാറി. അതാണ്. അപ്പം ചേട്ടാ ഭയങ്കര സന്തോഷം. ഇപ്പം അഡോബ് കമ്മിറ്റിയാണ് നമ്മളെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്, ഫാമിലി മീറ്റപ്പ് ഉൾപ്പെടെ. അപ്പൊ എങ്ങനെ അഡോബ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു? ഇവിടുത്തെ കമ്മിറ്റി? അതെ അഡോബ്. അല്ല, അവരിപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് ഈ പറയുന്ന കെയർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. വേറെ ഒന്നുമില്ല. ആർട്ടിസ്റ്റിനെ കെയർ ചെയ്യുക, ഒരുമിച്ച് ചേർത്ത് നിർത്തുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്തുമാത്രം സഹായങ്ങളാണ് ചെയ്യണല്ലേ ഈ പറയുന്ന പോലെ. മെഡിസിൻ, പിന്നെ ഇൻഷുറൻസിന്റെ കൈനീട്ടം. അപ്പൊ നമുക്കൊരു എന്ത് പറയാൻ, നമുക്കൊരു ശക്തിയാണത്. കാരണം നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നാൽ കൂടെ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. സന്തോഷമുള്ള കാര്യം. ഓക്കെ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.